ഹായ് പ്രിയരെ, നമസ്കാരം. എൻ്റെ പേര് അംഹർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്കൊക്കെ ചെറിയ പ്രയാസം ഉണ്ടാകുന്നതാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി തലമുറയെക്കുറിച്ച് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അക്കാഡമിക നിലവാരം ഉയർത്തുന്നത് പോലെ തന്നെ വലിയ വലിയ അച്ചീവ്മെൻറ്റുകൾ നേടട്ടെ എന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിനെ പോലും പണയം വെച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മികവുകളിലോ ഇന്ന് കേരളം ഒട്ടും പിന്നിലല്ല. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ രക്ഷിതാക്കളും ഒരുപാട് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കേൾക്കുന്ന വാർത്തകളും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരണത്തിൽ പ്രചോദനം നൽകുന്നതല്ല. നമ്മുടെ മാനസികമായി നമ്മളെ തളർത്തിക്കളയുന്നതും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതുമാണ്. അവസാനം തൃപ്പൂണിത്തുറയിൽ മെഹറിന് സംഭവിച്ചതും നമ്മളെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ആ അമ്മയുടെ വേദനയിൽ നമ്മളും പങ്കുചേരുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ഒന്നാമതായി രക്ഷിതാക്കളോടാണ്. നിങ്ങൾ വിദ്യാർത്ഥികളുടെ മക്കളുടെ പഠനത്തിൻ്റെ മികവിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളിലും ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലും വിട്ട് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അവനൊരു പ്രയാസത്തിലെത്തിപ്പെടുമ്പോൾ ആ പ്രയാസത്തിനെ എങ്ങനെ നേരിടണം, അവൻ്റെ മുന്നിലൊരു സംഘർഷം അവൻ അനുഭവപ്പെടുമ്പോൾ ആ സംഘർഷത്തിനെ എങ്ങനെ നേരിടണം, അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് അവനിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ആ പകച്ചു നിൽക്കുന്നതിൽ നിന്നും അവനെങ്ങനെ തരണം ചെയ്യണം. ഇത്തരണത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിജയത്തിലേക്ക് നയിക്കുവാൻ വേണ്ട ഒട്ടനവധി കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾ ഒരു ശ്രദ്ധ കൂടി ചെലുത്തേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, കുട്ടികളുടെ ജീവിതത്തിൽ ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും മാറ്റങ്ങളും എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കാം. പക്ഷേ അവരെ അതിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒരു ബാലൻസ്ഡായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇത്തരം സംഘർഷങ്ങളിലേക്കും അല്ലെങ്കിൽ ഇതിലേക്ക് അകപ്പെട്ടു പോകുവാനും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാനും നമ്മുടെ മക്കൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളുടെ വളർച്ചയിൽ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുവാനാണ് ലേൺ വെൽ ശ്രമിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നതും ഞങ്ങൾ ഉയർത്തിവെക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം, ഇനിയൊരു കേരളത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷകരമാകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരെ പഠനത്തിൽ മികവുള്ളവരാക്കുക, ആ പഠനത്തോടൊപ്പം തന്നെ അവൻ്റെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ പ്രയാസങ്ങളിൽ ഉണ്ടാകുമ്പോൾ, അവൻ മാനസികമായി സംഘർഷങ്ങൾ അനുഭവപ്പെടുമ്പോൾ, അവൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ, അവൻ മറ്റുള്ളവരിൽ നിന്നും അപകടത്തിലാകപ്പെടുമ്പോഴൊക്കെ ഇവനിൽ സ്വയം തന്നെ അവനെ പിടിച്ചു നിർത്തുവാനും അവൻ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനും അതിൽ നിന്ന് ആ അപകടത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാതിരിക്കാം എന്നുള്ളതുമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നിങ്ങളെ കുട്ടികളെ, നിങ്ങളുടെ മക്കളെ തയ്യാറാക്കിയെടുക്കുവാനാണ് ലേൺ വെൽ ശ്രമിക്കുന്നത്. തീർച്ചയായും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.